Good morning, dear students. Welcome to another session of online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ട് വിത്ത് പ്രോസസ് ലോസസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പ്രോസസ് ലോസ് ഇല്ലാത്ത പ്രോസസ് അക്കൗണ്ട്. വളരെ സിമ്പിളാണ്. അത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിനേഷന് വരാറില്ല. പക്ഷേ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? പ്രോസസ് അക്കൗണ്ട് വിത്ത് പ്രോസസ് ലോസസ് അതിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് പ്രോസസ് ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ലോസ് ഡ്യൂറിങ് ദ പ്രോസസ്സിങ്. പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് വരുന്ന ലോസിനെയാണ് പ്രോസസ് ലോസസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 1000 യൂണിറ്റ് പ്രോസസ്സിങ്ങിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള 3 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ പ്രോസസ്സിലേക്ക് നമ്മൾ 1000 യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടണം? 1000 യൂണിറ്റ് ഇൻപുട്ട് നടത്തിയാൽ നമുക്ക് ഔട്ട്പുട്ടും 1000 യൂണിറ്റ് കിട്ടണം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ നമുക്കറിയാലോ, ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ചില പ്രോസസ്സിങ്ങിൽ വെയിറ്റ് ലോസ് സംഭവിക്കാം. ചിലപ്പോൾ മുഴുവൻ യൂണിറ്റ്സും നമുക്ക് ഫുൾ കപ്പാസിറ്റിയിൽ കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ എന്തോ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് 1000 യൂണിറ്റ് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് എത്രയാണ് 50 യൂണിറ്റ് കുറഞ്ഞ് 950 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് മുഴുവനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ ദർ ഇസ് എ ലോസ്. ആ ലോസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ലോസിന് പല കാരണങ്ങളുണ്ട്. നല്ല മെറ്റീരിയൽസ് അല്ലാതെ ലോസ് വരാം. അതല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പം ഒരു 10 കിലോ ഐസ് ക്യൂബ് നമുക്കൊരിക്കലും ഓരോ കിലോ ഉള്ള 10 പീസായിട്ട് മുറിക്കാൻ പറ്റില്ല. കാരണം മുറിക്കുമ്പോൾ കുറേയൊക്കെ ഐസ് പൊട്ടിപ്പോകും, വെള്ളമായിട്ട് മാറും, അല്ലേ? അപ്പോൾ ഓരോ കിലോ കൃത്യമായിട്ടുള്ള പീസസ് ആക്കിയിട്ട് 10 പീസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം അത് മുറിക്കുമ്പോൾ അതിന് സ്ക്രാപ്പ് വരും, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വരും, വെള്ളമായിട്ട് മാറാം. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് നമുക്കറിയാം നോർമലി എന്ത് സംഭവിക്കാം? പ്രോസസ്സിങ്ങിൽ ലോസ് സംഭവിക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് മുഴുവനായിട്ട്, ഇൻപുട്ടഡ് യൂണിറ്റ്സ് മുഴുവനായിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ലോസ് ഉണ്ട്. അപ്പോൾ പ്രോസസ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ്സിങ് നടക്കുന്ന സമയത്തുണ്ടാകുന്ന ലോസിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇൻപുട്ടിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്താണ് അടുത്ത പ്രോസസ്സിലേക്ക് മാറ്റുന്ന യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡിഫറൻസ് ആണ് എന്തായിട്ട് വരുന്നത്? പ്രോസസ് ലോസ് ആയിട്ട് വരുന്നത്. 1000 യൂണിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോസസ്സിൽ 100 യൂണിറ്റ് കുറഞ്ഞ് 900 യൂണിറ്റാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയെങ്കിൽ ആ 100 യൂണിറ്റാണ് ആ പ്രോസസ്സിലെ ലോസ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത്, പ്രോസസ് ലോസ് 2 തരത്തിലുണ്ട്. പ്രോസസ് ലോസിനെ നമുക്ക് 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. 2 ലോസുകളുണ്ട്. ഒന്ന് നോർമൽ പ്രോസസ് ലോസും മറ്റൊന്ന് അബ്നോർമൽ പ്രോസസ് ലോസും. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് നോർമൽ പ്രോസസ് ലോസാണ്. നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ നോർമലി അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ലോസ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതിന് ഉപയോഗിക്കാവുന്നതാണ്. 10 കിലോ ഐസ് ക്യൂബ് നമുക്ക് ഓരോ കിലോ ഉള്ള 10 പീസായിട്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ഓരോ കിലോ ഉണ്ടായിരിക്കില്ല.
അതിൽ ചെറിയ വെയിറ്റ് ലോസ് സംഭവിക്കും. കാരണം എന്താ, ഐസ് ക്യൂബാണ്, മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളമായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചില പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷനിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ അൺഅവോയ്ഡബിളായിട്ട് ഉണ്ടാകുന്ന ലോസിനെ നമുക്ക് എന്തായിട്ട് പറയാം, നോർമൽ ലോസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 10% നോർമൽ ലോസ് ആണ് എന്ന് കമ്പനിക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അത് പ്രൊഡ്യൂസേഴ്സിന് അറിയാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ലോസിൻ്റെ കണക്ക് 10% ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ലോസ് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ലോസാണ്. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് നോർമലി ഇത് ഇൻപുട്ടഡ് യൂണിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, നോർമൽ ലോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഈ നോർമൽ ലോസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അത് അൺഅവോയ്ഡബിളാണ്, ഇന്നെവിറ്റബിളാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒരു കാരണവശാലും നോർമൽ ലോസ് നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല. പ്രോസസ്സിൻ്റെ ഭാഗമായി, പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായി, പ്രൊഡക്ഷൻ്റെ ഭാഗമായി നോർമൽ ലോസ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പ്രോസസ് ലോസ് നമുക്ക് നേരത്തെ മുൻകൂട്ടി എന്ത് ചെയ്യാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അത് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കണക്കാക്കുകയും ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്, ഇൻപുട്ടഡ് യൂണിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ 1000 അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ 10% അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ 5% നോർമൽ ലോസാണ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുൻകൂട്ടി കണക്കാക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോർമൽ ലോസ് 2-3 തരത്തിൽ വരാം. ചില കേസുകളിൽ വെയിറ്റ് ലോസ് സംഭവിക്കാം. വെയിറ്റ് ലോസ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എന്താണ്, ഐസ് ക്യൂബ് കട്ട് ചെയ്യുന്ന സമയത്ത് ഐസ് വെള്ളമായിട്ട് മാറിപ്പോകാം അല്ലേ. വെള്ളമായിട്ട് പോയ ഐസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വെയിറ്റ് ലോസ് സംഭവിച്ചു. ചില ഐറ്റത്തിൻ്റെ പ്രൊഡക്ഷനിൽ അത് ചെറിയ പീസുകളായിട്ടോ ചെറിയ എന്താണ് പൊടി രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, അത് മാറിപ്പോകാം. അപ്പോൾ അത്തരം പ്രോസസ്സിങ്ങിൽ നമുക്ക് നോർമൽ ലോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല, മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നമുക്ക് എന്തായിട്ട് വരാം, വെയിറ്റ് ലോസ് വരാം. വെയിറ്റ് ലോസ് വരാമെന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ലോസ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. ലോസ് നമുക്ക് പൊടിയായിട്ടോ അല്ലെങ്കിൽ എന്താണ് പിസറായിട്ടോ അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ ക്യൂബ്സൊക്കെ ആയിട്ടോ ഒക്കെ ചിതറിപ്പോയിട്ടോ ഒക്കെ വെയിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നോർമൽ ലോസ് സംഭവിക്കാം. ചില കേസിൽ സ്ക്രാപ്പുകളായിട്ട് വരാം. സ്ക്രാപ്പായിട്ട് നമുക്ക് എന്ത് വരാം, അതായത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പല പീസുകളായിട്ട് നമുക്ക് എടുത്ത് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നോർമൽ ലോസ് സംഭവിക്കാം നമുക്ക്. അപ്പോൾ ഇത്തരം രീതിയിൽ 2-3 തരത്തിൽ നോർമൽ ലോസ് സംഭവിക്കാം. ചില നോർമൽ ലോസ് വെയിറ്റ് തന്നെ കാണില്ല, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ പറ്റില്ല. പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ 900 യൂണിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 100 യൂണിറ്റ് എന്തായിട്ട് പോയി, ആവിയായിട്ടോ അല്ലെങ്കിൽ എന്താണ് വെള്ളമായിട്ടോ അതല്ലെങ്കിൽ പൊടിയായിട്ടോ ഒക്കെ പോയിട്ടുണ്ടാകാം. അങ്ങനെ വെയിറ്റ് ലോസ് സംഭവിക്കാം. രണ്ടാമത്തെ ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്കത് ഉപയോഗയോഗ്യമല്ല, വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല, ചെറിയ പീസുകളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലോസുകളായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നോർമൽ ലോസ് നമുക്ക് അൺഅവോയ്ഡബിൾ ആണെന്ന് പറഞ്ഞു, ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ലോസായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കണക്കാക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 100 യൂണിറ്റ് ലോസ് സംഭവിക്കും, നോർമൽ ലോസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നോർമൽ ലോസ് നമുക്ക് അൺഅവോയ്ഡബിളാണ്, ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് പിന്നെ ലോസായിട്ട് കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? അത് ലോസാക്കിയിട്ട് കണക്കാക്കുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല യൂണിറ്റ്സ് അതിൻ്റെ റേറ്റ് ഷെയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ് എന്നാണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പക്ഷെ ഔട്ട്പുട്ട് വന്നത് 900 യൂണിറ്റാണ്. 900 യൂണിറ്റാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്, ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. നമുക്ക് ആ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ സാധാരണ
ഒരു യൂണിറ്റിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു യൂണിറ്റിൻ്റെ വില കിട്ടും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? നല്ല യൂണിറ്റുകൾ ആ കേടായ യൂണിറ്റിൻ്റെ വില എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഒരു രസകരമായിട്ടുള്ളൊരു എക്സാമ്പിൾ കൂടി ഉണ്ട് അതിന്. നോർമൽ ലോസിന് എങ്ങനെയാണ് നല്ല യൂണിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതിന് വളരെ സാധാരണ ക്ലാസ്സുകളിലൊക്കെ തമാശ രൂപേണയൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഒരു ഗ്രോസറി ഷോപ്പുകാരൻ കോഴിമുട്ട വിൽക്കുന്നതിന് വേണ്ടി വാങ്ങി കടയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 100 കോഴിമുട്ടയാണ് വാങ്ങിയത്. അപ്പോൾ 100 കോഴിമുട്ട വാങ്ങി കടയിലേക്ക് കൊണ്ടുവന്ന് 5 രൂപയാണ് കോഴിമുട്ടയ്ക്ക് വില. അപ്പോൾ 500 രൂപയാണ് കോഴിമുട്ടയുടെ ടോട്ടൽ കോസ്റ്റ്. കടയിൽ വന്ന് അയാൾ ആ പാക്കിംഗ് ഒക്കെ തുറന്ന് വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ 2 കോഴിമുട്ട പൊട്ടിയിരിക്കുന്നു. പൊട്ടിപ്പോയി, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം കോസ്റ്റ് കണക്കാക്കുന്ന സമയത്ത് 500 രൂപയാണ് ടോട്ടൽ കോസ്റ്റ്. 500 ടോട്ടൽ കോസ്റ്റിനെ 98 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? ഓരോ യൂണിറ്റിൻ്റെയും വില അല്പം ഇൻക്രീസ് ചെയ്തു. അതേസമയം കേടുവന്ന 2 കോഴിമുട്ടയുടെ റേറ്റ് നല്ല 98 കോഴിമുട്ടകൾ ഷെയർ ചെയ്തു. അപ്പോൾ അവിടെ നോർമൽ ലോസ് സംഭവിച്ചു. 100 കോഴിമുട്ട വാങ്ങുമ്പോൾ ചിലപ്പോൾ 1-2 പൊട്ടി എന്ന് വരാം. അത് നോർമൽ ലോസായിട്ട് പരിഗണിക്കുന്നു, പക്ഷേ ലോസായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ആ പൊട്ടിപ്പോയ 2 കോഴിമുട്ടകളുടെ കോസ്റ്റ് നല്ല 98 കോഴിമുട്ടകൾ ഷെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലോസ് ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല? കച്ചവടക്കാരനെ എഫക്റ്റ് ചെയ്യുന്നില്ല. വാങ്ങാൻ വരുന്ന ആളുകൾക്കോ ചെറിയ ഇൻക്രീസ് മാത്രമാണ്, പൈസയുടെ ഇൻക്രീസ് മാത്രമാണ് എവിടെ വരുന്നത്? കോസ്റ്റിൽ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ലോസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നോർമൽ ലോസിൽ ഞാൻ പറഞ്ഞു 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, 100 യൂണിറ്റ് ലോസ് സംഭവിച്ചു, 900 യൂണിറ്റാണ് ഔട്ട്പുട്ട് വന്നത്. ദെൻ ഈ കേസിൽ നോർമൽ ലോസ് ആയിട്ടുള്ള 100 യൂണിറ്റിൻ്റെ കോസ്റ്റ് ബാക്കി ഗുഡ് യൂണിറ്റ് ആയിട്ടുള്ള 900 യൂണിറ്റ്സ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റിനെ 900 യൂണിറ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസസ് ലോസ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും നമുക്ക് പറയാം, പ്രോസസ് ലോസ് ഈസ് ദ ലോസ് ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ in manufacturing process. In short, process loss is that quantity lost in the process by way of waste, scrap, spoilage. Waste, scrap, spoilage ഒക്കെ ആയിട്ട് ആ രീതിയിൽ വരുന്ന വേസ്റ്റിനെയാണ് നോർമൽ ലോസിനെ അല്ലെങ്കിൽ ലോസിനെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് ലോസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2: നോർമൽ പ്രോസസ് ലോസ് ആൻഡ് അബ്നോർമൽ പ്രോസസ് ലോസ്. ഇനി ആദ്യം നോർമൽ പ്രോസസ് ലോസ് എന്താ നോക്കാം. നോർമൽ പ്രോസസ് ലോസ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറൻറ്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്. ആ ഇൻഹറൻറ്റ് നേച്ചർ, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് നോർമലി സംഭവിക്കുന്ന ലോസിനെയാണ്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസിനെയാണ് നമുക്ക് എന്തായിട്ട് പറയാവുന്നത്? നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് അറൈസസ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. സാധാരണ കണ്ടീഷൻസിലും അതുണ്ടാകുന്നു, അല്ലെങ്കിൽ സാധാരണ കണ്ടീഷൻസിലാണ് അതുണ്ടാവുന്നത്. ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. അത് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർ പാസ്റ്റ് ഡാറ്റാസ്. അല്ലേ? നമ്മുടെ ബിസിനസ്സിലെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ മുൻപരിചയം വെച്ച്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ പാസ്റ്റ് ഡാറ്റാസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു നോർമൽ ലോസിന്. ഇറ്റ് ഈസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ആസ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട്. സാധാരണഗതിയിൽ യൂഷ്വലി അത് ഇൻപുട്ടിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 1000 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് എങ്കിൽ 10%, 5%, 2%, ഇങ്ങനെ ഇൻപുട്ടഡ് മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ഇൻപുട്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ
മുകളിൽ, അതിൻ്റെ നമ്പറിൻ്റെ മുകളിൽ, അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ മുകളിൽ പെർസെൻറ്റേജ് ആയിട്ടാണ്, പെർസെൻറ്റേജ് വൈസിലാണ് നോർമലി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ നോർമൽ ലോസ് ഫോർകാസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, വേസ്റ്റ് ഈസ് എ ഡിസ്കാർഡഡ് സബ്സ്റ്റാൻസ് ഹാവിങ് നോ വാല്യൂ. ഇപ്പോൾ ഇവിടെ നോർമൽ ലോസിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലാട്ടോ ഞാൻ പറയുന്നത്. നോർമൽ ലോസ് ഇൻക്ലൂഡ്സ് ഐദർ വേസ്റ്റ് ഓർ സ്ക്രാപ്പ് ഓർ ബോത്ത് എന്നാണ് പറഞ്ഞത്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വേസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സ്ക്രാപ്പ് ആയിരിക്കാം. ഇതിനെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ തന്നു. എന്താണ് വേസ്റ്റ്, എന്താണ് സ്ക്രാപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. എങ്കിലും അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടി നോക്കാം നമുക്ക്, കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കാൻ. According to ICMA London, waste is a discarded substance having no value. Discarded substance ഒന്നും ഇല്ല, നമുക്ക് കാണാൻ ഐഡൻറ്റിഫൈ ചെയ്യാനില്ല. Having no value, അതിന് വാല്യൂ ഇല്ല. Then another definition is from Charles T. Hodman says, waste is material that is either lost or evaporates or shrinks in a manufacturing process or a residue that has no measurable recovery value. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഐദർ ലോസ്റ്റ്, ഇവാപ്പറേറ്റ്സ്, ഷ്രിങ്സ് ഇൻ എ അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നീരാവിയായിട്ട് പോവാം, നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ എന്താണ് പൊടിയായിട്ട് പോവാം, എങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ ഒരു റെസിഡ്യൂ കിട്ടാം, പക്ഷെ അത് റിക്കവറബിൾ വാല്യൂ ഇല്ലാത്തൊരു റെസിഡ്യൂ ആയിരിക്കാം കേട്ടോ. ലോസ് ഇൻ വെയ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വെയ്റ്റ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ലോസ്, ഹെൻസ് ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അത് നാച്ചുറലാണ്, വേസ്റ്റായിട്ട് പോകും, അതുകൊണ്ട് തന്നെ അത് ഇന്നെവിറ്റബിളാണ്. ഇപ്പം നമ്മളൊരു GI പൈപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലേ, GI പൈപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അതിൻ്റെ ചില ചെറിയ വളരെ ചെറിയ പീസസൊക്കെ തെറിച്ച് പോകും, അല്ലേ. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ്. പല ഐറ്റംസും കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ പൊടികളായിട്ടൊക്കെ മരം കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് വേസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാനേ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്നാണ് പറഞ്ഞത്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഇൻ വെയ്റ്റ്. ഞാൻ ഓൾറെഡി എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതാണ്. എങ്കിലും നമുക്കൊന്നുകൂടി പറയാം. നോർമൽ ലോസ് ഈസ് നോട്ട് എ ലോസ്. നോർമൽ ലോസ് ഈസ് നോട്ട് എ ലോസ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. നോട്ട് ട്രീറ്റഡ് ആസ് എ ലോസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ ദസ് കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ് will increase. Loss in weight should be credited to the concerned process account. It should be recorded only in terms of quantity. It is so because it is unsaleable and it has no value. ഈ വേസ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ നോർമൽ ലോസ് വരുന്നത് വേസ്റ്റായിട്ട് വരുന്നത് പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അത് ക്വാണ്ടിറ്റി വൈസ് മാത്രമേ ക്രെഡിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം അതിനൊന്നും സെയിലബിൾ അല്ല, അത് സെയിൽ ചെയ്യാൻ വേണ്ടി ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു, നോർമൽ ലോസ് മുഴുവൻ ഭാഗം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നോർമൽ ലോസിൽ തന്നെ വെയിറ്റ് ലോസ് വരുന്ന കേസായിട്ടുള്ള വേസ്റ്റിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ചില കേസുകളിൽ നോർമൽ ലോസ് എന്ത് ചെയ്യാൻ സാധിക്കും? നോർമൽ ലോസ് നമുക്ക് ഒരു സ്ക്രാപ്പ് വാല്യൂ ഒക്കെ കിട്ടാവുന്ന നോർമൽ ലോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ചില കേസുകളിൽ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ 100 യൂണിറ്റ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അതിൽ 50 യൂണിറ്റ് 100 യൂണിറ്റ് മുഴുവൻ ലോസ് ഇൻ വെയിറ്റ് അല്ല, 50 യൂണിറ്റ് ലോസ് ഇൻ വെയിറ്റും 50 യൂണിറ്റ് സ്ക്രാപ്പുമാണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടും. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ തുരുമ്പ് വിലയ്ക്ക്, ഇരുമ്പ് വിലയ്ക്ക് അതെന്ത് ചെയ്യാൻ സാധിക്കും? പഴയ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയില്ലേ, സ്ക്രാപ്പിന് വിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് നമുക്ക് വിൽക്കാൻ സാധിക്കും. വളരെ മിനിമം എമൗണ്ട് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണമെങ്കിൽ ആ എമൗണ്ട് മാത്രമാണ് കുറയുന്നത്, ബാക്കിയുള്ള എമൗണ്ട് ഒന്നും കുറയുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് അപ്ലൈ ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? ലോസ് ഇൻ വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത് പ്രീഫിക്സ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ടഡ് ക്വാണ്ടിറ്റിയുടെ മുകളിലാണ് നോർമൽ ലോസ് അപ്ലൈ ചെയ്യുന്നു. ഇനി എങ്ങനെ ലോസ് ഇൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ലോസ് ഇൻ വെയിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. കുറച്ചുകൂടി ഒരു തിയററ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാം. ലോസ് ഇൻ വെയിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രീസീഡിംഗ് പ്രോസസ് മൈനസ് ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്.
അപ്പോൾ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ പഠിച്ചു നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. സിംഗിൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുന്നത് എന്താ, പ്രോസസ്സിൻ്റെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസിങ് ഫിഗർ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൈ സൈഡിൽ നമ്മൾ എഴുതുന്നു ബൈ പ്രോസസ് 2 എന്നെഴുതുന്നു. ഇവിടെ നോർമൽ ലോസ് വരുമ്പോൾ ചെറിയൊരു മാറ്റം വരുന്നു. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുന്നു, നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. നോർമൽ ലോസ് നേരത്തെ അറിയാൻ പറ്റുന്നതാണ് അല്ലേ, പ്രോസസ് ലോസിൽ നോർമൽ ലോസ് നേരത്തെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ്, ഇൻപുട്ടഡ് യൂണിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ നോർമൽ ലോസ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ബാലൻസ് നമ്മൾ സാധാരണ പോലെ തന്നെ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് റെഫർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേജ് നമ്പർ, നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 37 എക്സാമ്പിൾ 2 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ് ഷോ ദ കോസ്റ്റ് ഓഫ് ദ 3 പ്രോസസ്സസ് ഓഫ് മാനുഫാക്ചർ. The production of each process is passed on to the next process immediately on completion. ഓരോ പ്രോസസ്സിലെയും എന്താണ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അത് അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് 3 പ്രോസസ്സാണുള്ളത്. ഞാൻ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. വേജസ് ആൻഡ് മെറ്റീരിയൽസ്, ഓരോ പ്രോസസ്സിൻ്റെയും എമൗണ്ട് ഞാൻ വായിക്കുന്നില്ല, കാരണം അതിൽ വലിയ പ്രാധാന്യം ഇല്ലല്ലോ. വർക്ക്സ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓരോ പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് ലോസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കാം. ദെൻ സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1 ജൂലൈയുടെ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ദെൻ ക്ലോസിങ്ങിൻ്റെ സ്റ്റോക്കും തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുട്ടികൾക്ക് ഒരു ഡബിൾ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ബുക്കിൽ PG സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്, PG ക്ലാസ്സുകളായതുകൊണ്ടാണ് ഇവിടെ നോർമൽ ലോസും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി വന്നിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അത് കുട്ടികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുക, സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ നമുക്ക് ബോർഡിൽ ഈ പ്രോബ്ലം വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രോസസ് 1ഉം പ്രോസസ് 2ഉം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വേജസ് ആൻഡ് മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 പ്രോസസ്സാണുള്ളത്. പ്രോസസ് 1 അല്ല, പ്രോസസ് A ആണ്. അത് പ്രോസസ് ABC ആണ്. പ്രോസസ് A അക്കൗണ്ട്, ദെൻ പ്രോസസ് B അക്കൗണ്ട്. അതാണ് 2 അക്കൗണ്ട്സ്. നമുക്ക് ആദ്യം എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ 2 സൈഡിൽ 2 വേജസ് ആൻഡ് മെറ്റീരിയൽസ് എന്നാണ് നമുക്ക് എക്സ്പെൻസ് തന്നിട്ടുള്ള ആദ്യത്തെ എക്സ്പെൻസ്. മെറ്റീരിയൽസ് എന്ന് മാത്രമല്ല, വേജസ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതുക. 2 വേജസ് ആൻഡ് മെറ്റീരിയൽസ്. വേജസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 30,400 ആണ്. 30,400. ദെൻ ഇതിനെ യൂണിറ്റ്സ്, ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതില്ല. അതിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇൻപുട്ടായിട്ട് തന്നെ അത് പരിഗണിക്കാം. അപ്പോൾ 36,000 യൂണിറ്റ്സ്. ഇനി അടുത്ത എക്സ്പെൻസ് എന്താണെന്ന് നോക്കുക. വർക്ക്സ് ഓവർ ഹെഡ്. അപ്പോൾ 2 വർക്ക്സ് ഓവർ ഹെഡ്. വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ, ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അത്ര മാത്രമേ ഉള്ളൂ. വർക്ക്സ് ഓവർ ഹെഡ് 5,600, 5,600. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി വേറൊന്നും തന്നെ ഈ പ്രോസസ്സിൽ നോർമൽ ലോസും അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല.
ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക, ക്ലോസ് ചെയ്യുക. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എവിടെയാണ് കൂടുതൽ ആ സൈഡാണ് ടോട്ടൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കൊരു സൈഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഈ സൈഡ് ടോട്ടൽ ചെയ്യാം. $36,000 യൂണിറ്റ്സും ദെൻ 36,000 എമൗണ്ടും. അത് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് എഴുതുക. യൂണിറ്റ്സ് 36,000, എമൗണ്ടും 36,000 തന്നെ. ഡബിൾ ലൈൻ ചെയ്യുക. ഇനി ആ ബാലൻസ് മുകളിലേക്ക് എടുത്ത് എഴുതുക. 36,000, 36,000. ആ ബാലൻസിൻ്റെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് എവിടേക്കാണ് മാറ്റേണ്ടത്? ഇത് അടുത്ത പ്രോസസ്സ് അല്ലേ? ബൈ പ്രോസസ് ബി അക്കൗണ്ട് ബ്രാക്കറ്റിലെ ട്രാൻസ്ഫർ. ഇനി ഒരു കാര്യം കൂടി നമ്മൾ പറയാറുണ്ട്, കൃത്യമായിട്ട് എഴുതേണ്ടത് എന്താണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 36,000 ഡിവൈഡഡ് ബൈ 36,000. അതായത് എമൗണ്ട് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ₹1. അപ്പോൾ ട്രാൻസ്ഫർ അടുത്ത പ്രോസസ്സിലേക്ക് മാറ്റുന്ന എമൗണ്ടിനെ ക്വാണ്ടിറ്റി കൊണ്ട് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ, അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ ട്രാൻസ്ഫർ ഇവിടേക്ക് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. പ്രോസസ് ബി അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ എഴുതുന്ന സമയത്തിന് മുൻപായിട്ട് നമ്മൾ നോക്കണം, അവിടെ രണ്ടാമത്തെ പ്രോസസ്സിൽ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. 4000 യൂണിറ്റ്സ് ആണ്, യൂണിറ്റ്സ് ഫ്രം പ്രീസീഡിങ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ടു സൈഡിൽ എഴുതേണ്ടുന്ന ഒരു കാര്യമാണ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര യൂണിറ്റാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്? 4000 യൂണിറ്റ്സ് ആണ്. ഇവിടെ സ്റ്റോക്ക് യൂണിറ്റ്സ് മാത്രമേ തരുള്ളൂ, യൂണിറ്റ്സ് മാത്രമേ തരുള്ളൂ. അപ്പോൾ അതെങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് സംശയമായിട്ടുള്ളത്. അവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പ്രീസീഡിങ് യൂണിറ്റ്സിൽ, പ്രീസീഡിങ് പ്രോസസ്സിൽ, അതായത് തൊട്ട് മുമ്പത്തെ പ്രോസസ്സിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? ₹1. ആ പ്രീസീഡിങ് പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ് എന്തിനെ വാല്യൂ ചെയ്യേണ്ടത്? ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ₹1 ഒരു യൂണിറ്റിന്. അപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ്? ₹4000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും 2 എഴുതണ്ട, ഇട്ടാൽ മതി. ഇതാണ് പ്രോസസ് എ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ വേണേൽ ട്രാൻസ്ഫർ എന്ന് എഴുതാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 36,000 36,000 ട്രാൻസ്ഫർ എഴുതുന്നു. ഇനി ഈ പ്രോസസ്സിലെ എക്സ്പെൻസുകൾ എഴുതുക. ഇവിടെ എഴുതിയില്ല, അതുപോലെ തന്നെ എന്ത് എഴുതുക? വേജസ് ആൻഡ് എന്താണ്? വേജസ് ആൻഡ് മെറ്റീരിയൽസ്. വേജസ് ആൻഡ് മെറ്റീരിയൽസ് എത്രയാണ് രണ്ടാമത്തെ പ്രോസസ്സിൽ? 12,000. Then works overhead. Works overhead എത്രയാണ്? 5,250. 5,250.
ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കണം. ഔട്ട്പുട്ട് നോക്കുമ്പോൾ അവിടെ വേറെ കാര്യം കൂടിയുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. അത് കുറച്ച് ഇറക്കി എഴുതാം. ബൈ, ഞാൻ ആദ്യം എഴുതിയ കാരണം കൊണ്ടാണ് ബൈ എഴുതിയത്. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 1000 യൂണിറ്റ്സ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും പ്രീസീഡിങ് പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ടാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ്? 1000. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് അല്ലേ? ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ബിയിൽ ഉള്ള പ്രൊഡക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ബൈ പ്രോസസ് സി അക്കൗണ്ട്, ബ്രാക്കറ്റിൻ്റെ ട്രാൻസ്ഫർ എന്ന് എഴുതാം. അത് തന്നിട്ടുള്ളത് 37,500 ആണ്. 37,500 തന്നിട്ടുള്ളത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ യൂണിറ്റ്സ് കോളം ടാലി ചെയ്യേണ്ടതുണ്ട്, എമൗണ്ട് കോളം ടാലി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് യൂണിറ്റ് കോളം, ഇത് 2 കോളം കൂടി ഒന്നിച്ച് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. യൂണിറ്റ് കോളം ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം. രണ്ടും ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ 36ഉം 4ഉം 40,000 വരുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇൻപുട്ട് 40,000 ആണ് അല്ലേ? ഇതും വേണമെങ്കിൽ കൂട്ടാം. 36, 4, 40, 50, 52, 52, 57, 250, 57,250 ഇതിന് വരുന്നത്. അപ്പോൾ 40,000 യൂണിറ്റാണ് ഇൻപുട്ട്. നമുക്ക് എത്ര കിട്ടണം? 40,000 യൂണിറ്റിന് ഔട്ട്പുട്ട് കിട്ടണം. 40,000 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദർ ഈസ് എ ലോസ് ഡ്യൂറിങ് ദ പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ എന്ത് വന്നിട്ടുണ്ട്? ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് എന്ത് ചെയ്യുക? ആദ്യം ഇത് എഴുതുക. 40,000 ബാലൻസ് ചെയ്യുക. 40,000 ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 37,500ഉം 1000ഉം 38,500 വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 1,500ൻ്റെ കുറവുണ്ട്. 1,500 യൂണിറ്റ് കുറവുണ്ട്. ആ 1,500 യൂണിറ്റിൻ്റെ കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആ 1,500 യൂണിറ്റിന് നമുക്ക് എന്തായിട്ട് ഒന്നും പറയാത്ത കാരണം കൊണ്ട് നമുക്കതിനെ ബൈ ഇങ്ങനെ എഴുതാം. ലോസ് ഇൻ വെയ്റ്റ്. ലോസ് ഇൻ വെയ്റ്റ് ബ്രാക്കറ്റിലെ എന്താണ്? ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ. എന്താ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്? അത് ബാലൻസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ എമൗണ്ടിൻ്റെ കോളത്തിലൊന്നും എഴുതാൻ പറ്റില്ല, റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രോസസ് അക്കൗണ്ടിൽ ഇനി എന്ത് ചെയ്യാം? 57,250 ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 1,000 റുപ്പീസാണ്. അപ്പോൾ 56,250, 56,250. അപ്പോൾ ഇതാണ് പ്രോസസ് സിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. 37,500 യൂണിറ്റ്, എമൗണ്ട് 56,250. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. എല്ലാ കേസിലും എന്ത് ചെയ്യണം? കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ഞാൻ എങ്ങനെ എഴുതിയാൽ മതിയല്ലോ? CPU കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 56,250 ഡിവൈഡഡ് ബൈ 37,500. ടോട്ടൽ എമൗണ്ടിനെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് റുപ്പീസ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 1.50 പെർ യൂണിറ്റ്. 1 രൂപ 50 പൈസയാണ് അതിൻ്റെ
കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് പ്രോസസ് സിയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇവിടുത്തെ കേസിൽ ഈ പ്രോസസ്സ് ഒരു നോർമൽ പ്രോസസ്സാണ്, പ്രോസസ് ലോസ് ഇല്ല. രണ്ടാമത്തെ പ്രോസസ്സിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ പ്രോസസ്സിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പ്രോസസ്സിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കമ്പയർ ചെയ്യാം? ഇത് ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്തപ്പോഴാണ് നമുക്കിവിടെ ലോസ് ഉണ്ട് എന്ന് മനസ്സിലായത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ് സി അക്കൗണ്ടിലേക്ക് പോകാം. അടുത്ത പ്രോസസ് സി അക്കൗണ്ടാണ്. പ്രോസസ് ബിയിലേതുപോലെ തന്നെ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. അപ്പോൾ 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? യൂണിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 16,500, 16,500. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും ഏത് വാല്യൂവിനാണ് നമ്മൾ വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഏത് റേറ്റ് വെച്ചിട്ടാണ് വാല്യൂ ചെയ്യുക? പ്രീസീഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊട്ട് മുൻപത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ച്. അത് എത്രയാണ്? 1.50. അപ്പോൾ 1.5 രൂപ വെച്ച് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ 24,750, 24,750. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞു. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രോസസ് ബിയിലെ ട്രാൻസ്ഫർ ചെയ്ത്, ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ എഴുതി വെച്ചിട്ടുണ്ട്, ബൈ പ്രോസസ് സി അക്കൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് എടുത്തെഴുതുക. അപ്പോൾ 2 പ്രോസസ് ബി അക്കൗണ്ട്, ടു പ്രോസസ് ബി അക്കൗണ്ട് എത്രയാണ്? 37,500 യൂണിറ്റ്സ്, then 56,250, 56,250. ദെൻ അടുത്തത് ഇതിലുള്ള പോലെ തന്നെ സി പ്രോസസ്സിൻ്റെ എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യാം. ആദ്യം വേജസ് ആൻഡ് മെറ്റീരിയൽസ്. വേജസ് ആൻഡ് മെറ്റീരിയൽസ് അതിൻ്റെ എമൗണ്ട് സി പ്രോസസ്സിൽ 29,250, 29,250. അടുത്ത എക്സ്പെൻസ് വർക്ക്സ് ഓവർഹെഡ് ഉണ്ടോ നോക്കാൻ ഉണ്ട്. വർക്ക്സ് ഓവർഹെഡ് ഉള്ളത് 6,000, 6,000. ഇപ്പം ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എമൗണ്ട് മാത്രമേ തരുള്ളൂ, യൂണിറ്റ്സ് മാത്രമേ തരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് പ്രീസീഡിങ് ആയിട്ടുള്ള തൊട്ട് മുമ്പത്തെ പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടുള്ള 1.50 നമ്പർ തന്നിട്ടുണ്ട്, യൂണിറ്റ്സ് തന്നിട്ടുണ്ട് 5,500. 5,500 ആണ് നമ്മുടെ യൂണിറ്റ്സ്. 5,500 ഇൻറ്റു 1.50, 1.5 രൂപ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8,250, 8,250, 8,250. ഇനി അടുത്തൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ഈ സി പ്രോസസ്സിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നിട്ടുണ്ട് നമുക്ക്.
സി പ്രോസസ്സിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ലാസ്റ്റ് പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എവിടേക്കാണ്, ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സി പ്രോസസ്സിലെ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സി പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്നുള്ള പേരിലല്ല പറഞ്ഞിട്ടുള്ളത്, സി പ്രോസസ്സിലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് 48,000 ആണ്. 48,000 യൂണിറ്റ്സ്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് കഴിഞ്ഞു. തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യാവുന്നത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. ഇവിടെ വരച്ചു, ഇവിടെ നമ്മൾ 37,500 500 38 10 48 2 50 54 54,000 യൂണിറ്റ്സ്. ഇതും ടോട്ടൽ ചെയ്യാം കേട്ടോ. ഇതും ടോട്ടൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അത് 1,16,250 1,16,250. അത് നമ്മൾ ഡബിൾ ലൈൻ ചെയ്യും. 1,16,250. ഇനി നമ്മൾ ഇവിടെ എഴുതി എത്രയാണ്, 54,000. ബാലൻസിങ് ആണ്, 54,000 എഴുതി. ദെൻ 1,16,250 അത് എഴുതി, ഡബിൾ ലൈൻ ചെയ്തു. ഇനി നമുക്ക് 48,000 യൂണിറ്റ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. യൂണിറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ 48,000 പ്ലസ് 5,500 അല്ലേ, 48 2 50 53,500 വരുന്നുള്ളൂ. ഒരു 500 യൂണിറ്റ്സിൻ്റെ ലോസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിവിടെ എഴുതി വയ്ക്കുക, 500 യൂണിറ്റ്സ്. അതെന്താണ്, ബൈ ലോസ് ഇൻ വെയ്റ്റ് ബ്രാക്കറ്റിൽ ഇത് ബാലൻസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് എന്നറിയാൻ വേണ്ടി ബാലൻസിങ് ഫിഗർ. ഇതിനെ ലോസ് ഇൻ വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ എമൗണ്ട് ഇല്ല, റിയലൈസബിൾ വാല്യൂ ഇല്ല. ഇനി ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് വാല്യൂ, 48,000 യൂണിറ്റ്സിൻ്റെ വാല്യൂ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ 1,08,000. അപ്പോൾ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചും ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുക, അതിനുശേഷം എന്ത് ബാലൻസ് ചെയ്യുക, എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്ത് കാണണം, CPU കാണണം. CPU മീൻസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഓർ എമൗണ്ട് divided by number of units or output, that is 48, is equal to rupees 2.25 per unit. ഏറെക്കുറെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാൻ മടിക്കരുത്. വളരെ ചെറിയ ലൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എങ്കിലും ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ നന്നായിട്ട് റെഫർ ചെയ്തതിന് ശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.